രാവിലെ തൊട്ടേ കരച്ചിൽ കേൾക്കുന്നത്. ഇത് എവിടുന്ന ഈ കരച്ചിലെന്ന് നോക്കിയിട്ട് ഒരു പിടുത്തവുമില്ല. അവസാനം നോക്കി മേളിച്ച് നോക്കി മേളിൽ മറ്റേ കച്ചടകളുടെയൊക്കെ കൂട്ടത്തിൽ 4 പൂച്ചക്കുഞ്ഞുങ്ങൾ അതുങ്ങൾ കിടന്ന് കരയുവാണ്. തള്ളപ്പൂച്ച അതിന്റെ പരിസരത്തൊന്നുമില്ല. അതിന്റെ കൂടെ കുറെ കാക്കകളും കിടന്ന് കരയുന്നു. ഇതിനെ കുത്താനായിട്ട് ഇങ്ങനെ ചുറ്റിനും കിടന്ന് കറങ്ങും കാക്കകൾ. അപ്പോൾ ഇക്ക് പറയുന്നു തലേന്നേ ഉണ്ടായിരുന്നു കരച്ചിലെന്ന്. അപ്പോൾ തലേന്നേന് പോയതാണോ ഒന്നും അറിയാൻ വയ്യ. എന്തായാലും രാവിലെയൊക്കെ കരച്ചിൽ കേട്ട് ഞാൻ കൂടെ പോയി നോക്കും തള്ളപ്പൂച്ച ഉണ്ടോ. എന്തായാലും വന്നിട്ടില്ല. അവസാനം വൈകിട്ടാവാറായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു പൂച്ചക്കുഞ്ഞ് ചത്തും പോയി. അതും കൂടെ കണ്ടപ്പോൾ എനിക്ക് വെപ്രാളായി. വൈകിട്ട് വരെ നോക്കിയിട്ട് കാണാൻ ഞാൻ പിന്നെ ഇച്ചിരി പശുമ്പാല് ചൂടാക്കിക്കൊണ്ട് കൊടുക്കാവുന്നൊന്നും അന്നൂടെ പശുമ്പാല് തലേന്ന് പറ്റല്ലേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഈ സിറിഞ്ചിൽ ഇച്ചിരി പാല് കൊടുത്തിട്ട് ഈ കുഞ്ഞിനെ ഇങ്ങനെ പിടിച്ച് പാല് കൊടുക്കാൻ നോക്കുവാണ്. പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ്. പൂച്ചക്കുഞ്ഞിനെയും പേടിയാണ് പൂച്ചയും പേടിയാണ്. അപ്പോൾ കൈ കൊണ്ടൊക്കെ എടുക്കുന്ന എനിക്ക് അതിനേക്കാളും പേടി. അങ്ങനെയുള്ള ഞാൻ ഗ്ലൗസൊക്കെ വെച്ച് പൂച്ചക്കുഞ്ഞിനെ എടുത്തിട്ട് ഈ സിറിഞ്ച് വെച്ച് പാലിൽ ഒഴിച്ച് നോക്കാൻ നോക്കിയിട്ട് അവർ വിധത്തി കുടിക്കുന്നില്ല. പതുക്കെ ഒഴിച്ച് നോക്കിയിട്ട് പറ്റുന്നില്ല. അവസാനം പിന്നെ ഞാൻ തറയിലൊക്കെ ഒഴിച്ച് നോക്കി. അത് അങ്ങനെ നക്കി കുടിക്കുന്നെങ്കിൽ കുടിക്കട്ടെ, അതിനെ അറിയത്തില്ലായിരിക്കും. പൊടിക്കുഞ്ഞല്ലേ തലേന്ന് പറ്റതല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് അത് അവിടെ നിന്ന് എഴഞ്ഞ് നീങ്ങി പോവുക ചെയ്യുന്നത്. അത് കുടിക്കുന്നില്ല. അങ്ങനെ പിന്നെ മറ്റേ പൂച്ചക്കുഞ്ഞുങ്ങളുടെ അടുത്തും പോയി കൊടുത്ത് നോക്കിയിട്ട് അതുങ്ങൾക്ക് ഭയങ്കര പാട് കുടിക്കാൻ. എനിക്ക് മറ്റേ ഒരു കുഞ്ഞ് ചത്തുപോയിട്ടാണ് ഇതുങ്ങളും ചത്തുപോകുക. കരയുന്നേ ഉള്ളൂ. ആ തള്ളപ്പൂച്ചയൊന്നും വരുന്നില്ല. കരച്ചിൻ്റെ ശക്തിയും കുറഞ്ഞു വരുന്നത്. അതുകൊണ്ട് വെപ്രാളത്തിൽ ഇതൊക്കെ ചെയ്തത്. എന്തായാലും സമാധാനമായി. സന്ധ്യയായപ്പോൾ ഞാൻ ഇത് കുടിച്ചില്ല. ഞാൻ പിന്നെ കൊണ്ടങ്ങ് വെച്ച് സന്ധ്യയായപ്പോൾ എന്തായാലും ആ തള്ളപ്പൂച്ച ഇഞ്ഞ് വന്നു. അപ്പോഴാണ് ഏതിൻ്റെ കുഞ്ഞെന്ന് മനസ്സിലായത് തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ 8:30 ആയപ്പോഴത്തേക്ക് അപ്പുറത്തെ വീട്ടുകാർ വിളിച്ച് പറയുന്നു അവരുടെ തള്ളപ്പൂച്ച അവിടെ അങ്ങനെ വന്ന് പെറ്റുമെന്ന്. അവർ തലേന്ന് ഇവിടെ വീട് അടച്ചിട്ട് വേറെ എവിടെ പോയി എന്നത് പ്രശ്നം. ഞാനിപ്പോൾ വയറൊടിഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇവിടെ ഉണ്ട് ഓടി വാ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോന്ന് ഞാൻ പറഞ്ഞു. എന്തായാലും അവർ അത് കേട്ട് സന്തോഷത്തിൽ ഓടി വന്ന്. അതൊരു ക്രോസ് പൂച്ചയാണ്, കണ്ടാലേ അറിയാം. ഒരു പേർഷ്യൻ പൂച്ചയും നമ്മുടെ നാടൻ പൂച്ചയുടെ ഒരു ക്രോസ് ഈ തള്ളപ്പൂച്ച. എന്തായാലും അവർ വന്ന് എടുത്തുകൊണ്ട് പോയി. അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ആ മോളുടെ സന്തോഷം ഒന്ന് കാണുന്നത്. അത് വളർത്തുന്നേട്ടാ പൂച്ചയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. ഈ തള്ളപ്പൂച്ച ഞാൻ ആ മോളെടുത്ത് മോളെ അടുത്തോട്ട് കൊണ്ട് പെറ്റി കിടക്കുമല്ലോ വന്നുള്ളൂ എന്തെങ്കിലും ചെയ്യുമെന്ന്. പക്ഷേ ആ തള്ളപ്പൂച്ച ഒന്നും ചെയ്തില്ല. ഓടി വന്ന് എൻ്റെ കൈ കയറുക. എന്നെ ഓടിക്കാൻ വരുന്നത്. എന്നെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ കാണും ഇവിടെ നിൽക്കുന്നതാണ്. ഞാൻ എന്താ ഫുഡൊക്കെ കൊണ്ട് കളയുമ്പോൾ പോയി കഴിക്കുകയൊക്കെ ചെയ്യുന്നത്. എൻ്റെ അടുത്തോട്ട് വരുന്നുള്ളൂ. അതിനായിരിക്കാം. എന്തായാലും അതിൻ്റെ കയ്യിൽ ഓടി പോവുകയാണ്. അവർ എന്തായാലും ആ 4 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി തള്ളപ്പൂച്ചയും കൊണ്ടുപോയി. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല. തള്ളപ്പൂച്ച രാവിലെ അപ്പോൾ വീണ്ടും വന്ന് അവിടെ വന്നൊക്കെ നോക്കും. എനിക്ക് തോന്നുന്നു അവർ ഒരു കുഞ്ഞിനെ കൊണ്ട് കുഴിച്ചിട്ട് കാണിച്ചത്തേനെ. അപ്പോൾ അത് അങ്ങനെ വന്ന് നോക്കുക. ആ കുഞ്ഞുങ്ങളെ ഇവിടെ മിസ്സായി കിടക്കൊണ്ടൊന്നും വന്ന് നോക്കുന്നതായിരിക്കും. എന്തായാലും കുറേ നേരം അവിടെ നിന്നിട്ട് അങ്ങ് തിരിച്ചു പോവുകയും ചെയ്തത്. എന്തെങ്കിലും അസുഖം വന്നാണോ പാല് കിട്ടാതാണോ ആ കുഞ്ഞ് ചത്തുപോയെന്ന് അറിയാൻ വയ്യ. ചിലപ്പം പാല് കൊടുത്ത് അത് അടുത്ത് കിടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ജീവനോടെ കണ്ടേനെ. കുറേ കാക്കകൾ ഞാൻ ചെന്ന് നോക്കുമ്പോൾ കാക്കകൾ ശല്യം ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ ഓടിച്ചോട്ടിച്ച് എനിക്ക് ഈ മേളിൽ ചെന്ന് ഇത് നോട്ടം തന്നെ ജോലി. ചുരുക്കി പറഞ്ഞാൽ ഇതുങ്ങൾ പോകുന്നത് വരെ ഇതുങ്ങളുടെ കൂടെ തന്നെ ആയിരുന്നു ഞാൻ.